Excuse me. Yes, sir. Gynecolic. Straight left. എടാ പയ്യപ്പോ ഞാനും വരുന്നത്. താനെന്തവിടെ? അഗ്നി പ്ലീസ്, ഇത് ഹോസ്പിറ്റലാ, എന്റെ വീട്. ഭദ്ര പ്ലീസ് hug me tightly. I can't. Please ഭദ്ര പ്ലീസ്. എന്റെ ശിവനെ, ഇവനിത് എന്താ ചെയ്യുന്നത്? നാട്ടിൽ നിന്ന് കിട്ടുന്ന തല്ലിന്റെ എണ്ണം കുറഞ്ഞിട്ടാണ് ഈശ്വര ഇവന് കണ്ട നാട്ടിൽ നിന്ന് തല്ലു വാങ്ങി തരുന്നേ. അഗ്നി പ്ലീസ്, അഗ്നി എന്നൊന്ന് വീട്. നോ ഭദ്ര, ഐ കാണ്ട്. ഇപ്പൊ ഞാൻ ഈ പിടി വിട്ട എനിക്കെന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും. സോറി, പ്ലീസ് hug me back. അഗ്നി, താൻ ഓക്കെ ആണോ? തനിക്ക് എന്താ പറ്റി? എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും ചോദിക്കില്ല പ്ലീസ്. ഞാനൊരു 10 മിനിറ്റ് കൂടെ ഇങ്ങനെ നിന്നോട്ടെ. മുന്നിൽ മാറി നിൽക്കണോ? അയ്യോ എന്റെ പൊന്നു പെങ്ങളാ, ഇപ്പൊ അങ്ങോട്ട് കേറി പോവല്ലേ. പെങ്ങളോ? ഞാനെപ്പോഴോട് തന്റെ പെങ്ങളായത്? എന്റെ പൊന്നു കൊച്ചെ, ഞാൻ പറയണൊന്ന് കേക്ക്. ഇപ്പൊ നീ അങ്ങോട്ട് കേറണ്ട. അത് ശരി, എന്റെ ക്യാബിലേക്ക് കയറണ്ടെന്ന് പറയാൻ താൻ ആരോടോ? ഓ, ഈ പെണ്ണ് സമ്മതിക്കൂല. തന്റെ വായ എന്താ പൂച്ച വെച്ചെടുത്താണോ? താൻ എന്താണ് ഇവിടെ ചുറ്റിപ്പരിഞ്ഞ് നിൽക്കുന്നത്? സത്യം പറ, ഇവിടെ തന്നെ അടിച്ചു മാറ്റാൻ വന്നതാണോ? എന്റെ പൊന്നു കൊച്ചെ, ഇപ്പൊ നീ അങ്ങോട്ട് പോവല്ലേ. ആ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കും. ഭദ്ര, ഭദ്ര, എന്റെ പൊന്നഗ്നി, നീ ഇങ്ങ് വന്നേ. എടി അമ്മു, എന്താ ഇവിടെ നടക്കുന്നത്? അയാൾ ആരാ? എന്റെ പൊന്നമ്മു, വാ തുറന്ന് വല്ലതും പറ. ഏതാടി അവൻ? എന്തിനവൻ വന്ന് എന്നെ ഹഗ് ചെയ്ത് നിന്നത്? ഞാനെന്തോ 2 മിനിറ്റ് വൈകുന്നെങ്കിൽ അവൻ നിന്നെ കിസ് ചെയ്തേനെ. രേഷ്മ പ്ലീസ്, നീ കുറച്ചൊന്നും മിണ്ടാതിരിക്കി. എന്നെ വാ അടപ്പിക്കാതെ നീ കാര്യം പറ. അവൻ ആരാ? എടി അവനാണ് അഗ്നി, അഗ്നിദേവ് വർമ്മ. ഓ, അപ്പൊ ഭൂലോക ചട്ട ഇവനായിരുന്നോ? നിക്ക്, ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. രേഷ്മ പ്ലീസ് പോവല്ലേ, ഇവിടെ നിക്ക്. അമ്മ, നിനക്കത് എന്താ പറ്റി? ആവശ്യമില്ലതിന് ഇല്ലാത്തതിനൊക്കെ പ്രതികരിക്കുന്ന നീ ഇവന്റെ മുന്നിൽ എന്തിനാ സൈലന്റ് ആയി നിൽക്കണത്? എനിക്കറിയില്ലടി, സത്യമായിട്ട് എനിക്കറിയില്ല. ആ ക്യാബിലേക്കും കേറി വന്നു, എന്നെ ഹഗ് ചെയ്തു. പക്ഷെ ഞാൻ എങ്ങനെയാ അവനെ ഹഗ് ചെയ്തത്, എന്തിനാ അവനെ ഹഗ് ചെയ്തത് എനിക്കറിയില്ല. ഭദ്ര, ജിതി വിളിക്കുന്നു. നീ എന്ത് നോക്കി നിൽക്കുക? കോൾ അറ്റൻഡ് ചെയ്യ്. വേണ്ട, എനിക്ക് കഴിയില്ല. എനിക്ക് കഴിവ് തോന്നുന്നില്ലടി. അമ്മു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. നിന്റെ മനസ്സിൽ അഗ്നിയോട് എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടോ? രേഷ്മേ, നീ ഇത് എന്തായി ചോദിക്കുന്നത്? ഈ ഭദ്രയുടെ മനസ്സ് അന്നും ഇന്നും ജതി മാത്രമേ ഉള്ളൂ. അവിടെ അഗ്നിയോ വേറെ ആരും തന്നെ ഇല്ല. എനിക്ക് ഒരിക്കലും എന്റെ ജതിനെ മറന്ന് അഗ്നിയെ സ്നേഹിക്കാൻ, അഗ്നിയുടെ കൂടെ അടുക്കാൻ എനിക്ക് കഴിയില്ല. അവൻ എന്റെ അടുത്തേക്ക് അടുക്കും തോറും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ പൊന്നമ്മു, നീ പതിയെ പറ. ഇനി ഈ പ്രശ്നം നാട്ടുകാർ മൊത്തം അറിയിക്കണോ? എടി, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടിയെന്നുള്ളത്. അഗ്നി എനിക്ക് കാണുന്ന പോലെ ഇഷ്ടമല്ലടി. അവൻ എന്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഓടി വിളിക്കുക. എടാ അമ്മു, കരയല്ലേ, പോട്ടെ, സാരമില്ല. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. എന്തായാലും നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ, നീ വാ, നമുക്കൊന്ന് പുറത്തു പോവാം. ഞാനിപ്പോ എങ്ങോട്ടും ഇല്ല, എനിക്കൊരു സമാധാനം വേണം. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുക. ഇതിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന നിനക്ക് ഭ്രാന്ത് കൂടത്തുള്ളൂ തന്നെ. നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോ നീ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത്?
മിണ്ടാതെ നിൽക്കാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം കൊണ്ടടാ. ഓക്കെ, അപ്പു നിന്റെ ആരാ അവള്? എനിക്കറിയില്ല. എന്ത് അധികാരത്തിന്റെ പുറത്ത് നീ അവളെ ഹഗ് ചെയ്തത്? അതും എനിക്കറിയില്ല. അപ്പൊ നിന്റെ ഈ ബന്ധത്തിന് ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം? എനിക്കറിയില്ല അവൾ എന്റെ ആരാണെന്നുള്ളത്. എന്റെ മനസ്സൊന്ന് താളം തെറ്റിയപ്പോ എന്റെ മുന്നിൽ തെളിഞ്ഞത് അവളുടെ മുഖം. ഞാൻ അവളുടെ പ്രസൻസ് ആഗ്രഹിച്ചത്. ഇപ്പൊ നിന്റെ മനസ്സ് താളം തെറ്റ എന്താ ഇത്രമാത്രം ഉണ്ടായത്? അത് ജാസ്ലിൻ അവളെ വിട്ട് പോയടാ. എടാ, അവളെവിടെ? എന്തീ പറയുന്നത്? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞതാ. കാത്തിരുന്നു, പക്ഷെ കൂടെ വേറൊരുത്തരുണ്ടായിരുന്നു. ഓ, അപ്പൊ അവള് വേറെ കെട്ടി പോയല്ലേ? അജു അജു പ്ലീസ്. നായിന്റെ മോനെ, നിന്റെ അടുത്ത് ഞാൻ അവിടെ പിന്നാലെ നടക്കുന്നു പറഞ്ഞു അത് വേണ്ട വേണ്ടെന്നുള്ളത്. അപ്പൊ നിനക്ക് അവളുടെ അടുത്ത് പ്രതികാരം വീട്ടണം. പിന്നെ അത് പ്രേമമാണ്, തേങ്ങയാണ്. സമാധാനായില്ലേ നിനക്ക്? എല്ലാ അർത്ഥത്തിലും ഇപ്പൊ സമാധാനായില്ലേ? നീ ഇതെങ്ങോട്ടാ? നീ ഇതെങ്ങോട്ടാ? എനിക്ക് അവളെ കാണണം. ആരെ കാണണെന്ന്? നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയവളെ? അല്ല, ഭദ്ര എനിക്ക് കാണണം. നിന്റെ മനസ്സൊന്ന് താളം തെറ്റുമ്പോ പാഞ്ഞു പോയി അവളെ കെട്ടിപ്പിടിക്കുക. അവള് നിന്റെ ആരാ? ഞാനും ഭദ്രയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ ആരുമില്ല അവൾ. പക്ഷെ എനിക്ക് ആളിപ്പോ കണ്ടേ പറ്റൂ. ഇനി നീ ഇവിടുന്ന് ചരച്ച ഈ അജു ആളെ മറന്ന് വല്ലതും ചെയ്യും. ആ പെൺകുട്ടി നിന്നെ കെട്ടിപ്പിടിച്ചതേ നിന്റെ അടുത്ത് പ്രേമം മൂത്തിട്ടൊന്നല്ല. നീ അവളുടെ മുന്നിൽ കിടന്ന് പട്ടി കറിയുന്ന പോലെ കരഞ്ഞിട്ടാ. അവളുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ പൊന്നുമോനിപ്പോ ജയിലിൽ കിടന്നേനെ. ഇനി ആരെ നോക്കി നിൽക്കുക നീ? വണ്ടി വന്ന് കേറ്, നമുക്ക് നാട്ടിൽ പോവാം. അവൻ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിന് മാത്രം ഞാൻ അവൻ എന്താ ചെയ്തത്? അമ്മോ, എന്താ അരച്ചിരിക്കുക? അമ്മോ, ഇനി നിനക്ക് എന്താ വേണ്ടത്? കുറെ നേരമല്ല അമ്മു അമ്മന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ കാര്യം ഒന്ന് തുറന്ന് പറ. എന്റെ പെണ്ണെ, വല്ലവരോടുള്ള ദേഷ്യം എന്റെ മക്കളുടെ തീർത്താനുണ്ടല്ലോ. ചേച്ചി, ഐ ആം സോറി. വേണമെന്ന് വെച്ചിട്ടല്ല, പറ്റിപ്പോയി. സോറി. എന്താ മോളെ, നിനക്ക് എന്താ പറ്റി? കുറച്ച് ദിവസം ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ നീ ഈ മൂഡ് ഓഫ് ആയി എന്തോ ആലോചിച്ചിരിക്കുകയാണല്ലോ. എന്തേ എനിക്ക് തുറന്നു പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്താ വന്നേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഒരു പ്രശ്നമില്ലാതെ നീ ഇങ്ങനെ കിളി പോയിരിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ തീരാത്ത പ്രശ്നമാണെങ്കിൽ നീ പറ, കേട്ടിരിക്കാൻ ഞാൻ റെഡിയാ. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഓരോ കാര്യം ആലോചിച്ചെടുക്കാം. ചേച്ചി എന്താ വന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, പറയാൻ വന്ന കാര്യം മറന്നുപോയി. എടാ, കുറച്ച് മുന്നേ ജതിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? എന്ന് പറയാൻ, നിന്റെ ജാതകത്തിൽ എന്തോ ദോഷമുള്ളതുകൊണ്ട് 10-ാം തീയതി നടത്തേണ്ട നമ്മളെ കല്യാണം 1-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. എന്താ 1-ാം തീയതിയോ? എന്താമ്മോ, നീ എന്തിനാ ടെൻഷനാവുന്നു? 1-ാം തീയതി എന്ന് പറയുമ്പോ അതൊന്ന് വല്ലാതെ അടുത്തു പോയില്ലേ? മോളെ, ഞാൻ നിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് പറയാനുണ്ടോ? ഒന്നുമില്ല ചേച്ചി. ചേച്ചി, ഞാനിന്ന് ചേച്ചിയുടെ കൂടെ കിടക്കട്ടെ? എന്ത് ചേച്ചിന്റെ മോൾക്ക് പറ്റി? നീ വന്നേ. ചേച്ചി, എന്റെ അടുത്ത് ഒന്നും ഇപ്പൊ ചോദിക്കരുത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. നിന്നെ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പറയാൻ തോന്നുമ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. തൽക്കാലം നീ കണ്ണടച്ച് കിടക്ക്, ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ പൊന്നപ്പോ ഒന്ന് നിർത്ത്. സമയം എത്ര ആയെന്നറിയോ? വാ, നമുക്ക് വീട്ടിൽ പോവാ. നീ വേണേ പൊക്കോ അജു, പൊക്കോ. ആ വീട്ടിൽ ഈ അഗ്നിദേവിനെ കാത്തു നിൽക്കാൻ ആരുമില്ല. എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അവൻ എത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ, എനിക്കെന്തോ പേടിയാവുന്നു. നീ കിടന്ന് ടെൻഷനാവൊന്നും വേണ്ട, അവൻ കുറച്ചു കഴിഞ്ഞാൽ എത്തിക്കോളും.
ഉറങ്ങിയില്ലേ? പപ്പ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കൂ. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? സമയം എത്രയായിട്ടും പപ്പ എന്തിനാ എൻ്റെ റൂമിലേക്ക് വന്ന്? മക്കളെ മനസ്സ് താളം തെറ്റുമ്പോ അവർക്ക് കൂട്ടായിട്ട് അച്ഛനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. പപ്പ സഹിക്കാൻ കഴിയുന്നില്ല. അവളില്ലാതെ എനിക്ക് പറ്റും തോന്നുന്നില്ല പപ്പ. അപ്പോ നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഒന്നോർത്തോ, ഇതല്ല ജീവിതം. പിന്നെന്താ പപ്പ ജീവിതം? പറ, പിന്നെന്താ ജീവിതം? ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കൂല. എനിക്ക് മാത്രം എന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പറ്റൂല. എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് കിട്ടൂല. ഇതൊക്കെയാണോ ജീവിതം? ഇങ്ങനെയാണോ ജീവിതം? അങ്ങനെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ ജീവിതം പെട്ടെന്ന് മടുക്കും. ഇടക്ക് ഇങ്ങനെ കുറവ് സംഭവിക്കണം, ഇന്നലെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള തോന്നലുണ്ടാകത്തുള്ളൂ. അവിടെ പപ്പയ്ക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും നഷ്ടപ്പെടുമ്പോണ്ടല്ലോ മുന്നോട്ട് ജീവിക്കാൻ തോന്നൂല. ഒരു കയറും വില, ബ്ലേഡും വില, അല്ലെങ്കിൽ വല്ല പോയിസണോ കുടിച്ച് ഇല്ലാണ്ടാവാനേ തോന്നും. മോനെ, അപ്പൊ നീ ഇങ്ങനൊന്നും പറയല്ലേ. നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയ ഞങ്ങളെ സ്നേഹമൊന്നും നീ കാണുന്നില്ലേ? കാണായിട്ടല്ല പപ്പ, നിങ്ങളുടെ സ്നേഹം അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും ആക്കി ജീവനോടെ നിൽക്കുന്നത്. പക്ഷെ ജാസ്മിൻ, അവളെനിക്ക് മറക്കാൻ പറ്റും തോന്നുന്നില്ല പപ്പ. അപ്പൊ അവളിപ്പോ വേറൊരുത്തന്റെ ഭാര്യയാണ്, നാളെ അവന്റെ കുഞ്ഞിന്റെ അമ്മയാകും. അപ്പൊ നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ നിൽക്കരുത്. അവൾ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. പപ്പ പറഞ്ഞു ശരിയാ, ഇനി അവള് വരില്ല. ഇനി ഒരിക്കലും അഗ്നിദേവ് വർമ്മയുടെ ലൈഫിൽ ജാസ്ലിൻ വരില്ല. പപ്പ, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടി? ഞാൻ എന്തിനാ ജീവിക്കേണ്ടി? നിനക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യം ഇന്ന് നടന്നത്. എന്നിട്ട് നിന്റെ ജീവൻ പിടിച്ചു നിർത്തിയത് ആരാ? അത് പപ്പ, എനിക്ക് അറിഞ്ഞൂടാ അതെന്താ അങ്ങനെയെന്നുള്ളത്. ഒരു തെറ്റ് നിനക്ക് സംഭവിച്ചു, അത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനിയും അതേ തെറ്റിന്റെ മുകളിൽ നീ തെറ്റുകൾ ആവർത്തിച്ച അത് ഞാൻ ഈ ഒരിക്കലും ക്ഷമിക്കൂല. ഞാൻ ഇനി ആ തെറ്റ് ആവർത്തിക്കൂല, ഇനി ഒരിക്കലും ആവർത്തിക്കൂല അപ്പ. പിന്നെ ജാസ്ലിൻ, അതടഞ്ഞ അധ്യായം അതിനി ഒരിക്കലും തിരിച്ചു തുറക്കാൻ നീ ശ്രമിക്കരുത്. അതെനിക്ക് കഴിയുമെന്നറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കണമെങ്കിൽ എന്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരണം. പപ്പയ്ക്ക് തരാൻ കഴിയൂ? എന്തുകൊണ്ടാണ് നിന്റെ അമ്മ ബന്ധം എതിർക്കണമെന്നല്ല നിനക്കറിയണ്ടേ? നീ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും, അതിനുള്ള ഉത്തരം ഞാൻ തന്നെ തരണ്ട്. ഇനി ഓരോന്ന് ആലോചിച്ചിരിക്കാൻ നിൽക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. ഹലോ അളിയ, എവിടെയാ? ഞാൻ അമ്മൂനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതാ. എന്താ അളിയാ? ഞാൻ വിളിച്ചത് സേവ് ദ ഡേറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഞാൻ അക്കുനെയും കൊണ്ട് അങ്ങോട്ട് എത്തിക്കോളാം, അളിയൻ അമ്മൂനും കൊണ്ട് വരണം. അമ്മു വരും എന്നുള്ളത് എനിക്കറിയില്ല. ജിതിന് ഒരാഴ്ചയായിട്ട് വിളിക്കാത്തതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ നടക്കുന്നുണ്ട്. എന്റെ പൊന്നളിയ ചതിക്കല്ലേ. സേവ് ദ ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ അടുത്ത് അക്കു പറഞ്ഞിട്ടുള്ളതാ, അമ്മൂനെ എന്തായാലും കൊണ്ടുപോകണം, അമ്മൂന്റെ കൂടെ കുറച്ച് പിക്ക് എടുക്കണം, അവർക്ക് സിസ്റ്റേഴ്സ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് ഫോട്ടോസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവള് വരില്ല എന്നിട്ട് പറയണെങ്കിൽ നിന്റെ പെങ്ങളായതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കരുത്. എന്റെ തല അതങ്ങ് എടുക്കും അവള്. എന്റെ അളിയനെ ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. പറയണത് അക്കുച്ചേച്ചിനെ കുറിച്ചിട്ട് തന്നെ അല്ലേ? എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ 10-28 വർഷമായിട്ട് നിങ്ങൾ വീട്ടുകാരും മനസ്സിലാക്കിയിട്ടില്ല അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സൈക്കോപാത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പളിയൻ പെട്ടതാണല്ലേ? പെട്ടതൊന്നുമില്ല, എന്നെ കൊണ്ടേ പെടുത്തിയതാ. അബി, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? അത് നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നില്ല, നീ ടെൻഷൻ ആവണ്ട. അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നീ പറ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? നിന്റെ കുഞ്ഞമ്മനെ കെട്ടിക്കാൻ അല്ലാന്ന് അവള് കുറെ നേരെ കിടന്നു കൊണകൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എടാ, എന്താ നിന്റെ പ്രശ്നം? എന്റെ പൊന്നമ്മു, നീ വായൊന്ന് അടച്ചു വെക്കി.
ഇതേ സ്ഥലം എത്തി, ഇറങ്ങാൻ നോക്ക്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ഷൂട്ടിന് വന്നത്. അബി, എന്നെ നോക്കണ്ട, അളിയൻ നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു, അല്ലാതെ വേറൊന്നുമില്ല. എന്താ അമ്മു, ഫുള്ള് കലിപ്പിലാണല്ലോ. ഈ ചതി എന്നോട് വേണ്ടില്ലെന്ന് ചേട്ടാ. പൊന്നു മോളെ, എനിക്കല്ല, നിന്റെ ചേച്ചിക്കാണ് നിർബന്ധം. സാമദ്രോഹി, നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഷൂട്ട് നടക്കട്ടെ. അബി വാ, നമുക്കങ്ങ് മാറിയിരിക്കാം. മോളെ അമ്മു, എന്താ ചേട്ടാ? നീ ഒന്ന് അങ്ങ് നോക്കിയേ. ജിതിൻ, ഹലോ മൈ ഡിയർ ലവ്. എവിടെയാ ഇതിനെ തേടി നീ ഇത്ര ദിവസം? എന്താ ഇത്ര ദിവസമായിട്ട് എന്നെ വിളിക്കാഞ്ഞത്? അത് പിന്നെ ചേട്ടൻ മോൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാ. അവന്റെ കുഞ്ഞമ്മയുടെ ഒരു സർപ്രൈസ്? എടാ മാറി, നീ എന്നെ ഒരാഴ്ചയായി വിളിച്ചിട്ട്. ഗായ്സ്, യു കണ്ടിന്യൂ. ഈ പ്രശ്നം ഇപ്പോഴൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അളിയ, ഞാൻ ഇതിനും കൊണ്ട് പോവാണ്. ചേച്ചി പോയിട്ട് വരാവേ. ആരെങ്കിലും നിന്റെ കൂടെ വരുന്നു? നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എന്തിനാ ചേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് വന്ന്? മോളിസങ്ങ് വന്നേ, ചേട്ടന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ദൈവമേ, ആ പോണതിന് ജീവനോടെ വന്നാ മതിയായിരുന്നു. അല്ലളിയ, അപ്പു വന്നില്ലേ? അപ്പു അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുക. ഭദ്ര, നിനക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യമാണോ? നല്ല ദേഷ്യമുണ്ട്. എന്തേ? സോറിടാ പൊന്നെ, നിനക്കൊരു സർപ്രൈസ് തരാന്ന് വെച്ചിട്ടല്ലേ. നീ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടായപ്പോ ഞാൻ എന്താ കാട്ടുക? എന്റെ പൊന്നല്ലേ, പ്ലീസ്. സോറി സോറി. ஆழியில் இருந்து அலசி எடுத்தேனே, அடைக்கலம் அமைக்க தகுந்தவன் தானே. വേണ്ട. ഐ ആം സോറി ഭദ്ര, പെട്ടെന്ന് എന്തോ. ഈ സോറി ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നിന്നെ മനസ്സിലാവും. You are always my better half. കുറച്ച് നേരെ ഒരു കാറ് നമ്മളെ ഫോളോ ചെയ്യുന്നു. നമ്മളെയോ? നമ്മൾ ആര് ഫോളോ ചെയ്യാനാ? നിനക്ക് തോന്നിയതോ? മേ ബി എന്റെ തോന്നലായിരിക്കാം. നീ വാ, നമുക്ക് നേരെ വീട്ടിൽ പോ. ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടെ എന്റെ വീട്ടിൽ ഞാൻ കേറിയിട്ടില്ല. അല്ലാനു, അതിനുശേഷം നിന്റെ ചേട്ടൻ ചേച്ചിന്റെ പിന്നാലെ വന്നിട്ടില്ല? എന്റെ അറിവില് പിന്നെ ചേട്ടൻ ചേച്ചിന്റെ പിന്നാലെ പോയിട്ടില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം ചേട്ടൻ ഫുൾ ഓഫീസ്, വീട്, അങ്ങനത്തെ ഒരു ജീവിതം മാത്രമായിരുന്നു. അധികം ആരുടെ സംസാരിക്കില്ല. അപ്പയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും തന്നെ സംസാരിക്കുന്ന കാര്യം ഓഫീസിലെ കാര്യങ്ങൾ മാത്രമായിരുന്നു. ഓക്കെ, നീ ബാക്കി പറ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കല്യാണത്തിന് 3 ദിവസം മുന്നേ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് പോയി. അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു, അവിടെ താമസിച്ചു. കല്യാണത്തിന്റെ തലേന്ന് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് മെഹന്തി, ഹൽദി, ലൈക്ക് ദാറ്റ്.
ഹലോ, ചേട്ടൻ ഫുള്ള് ബിസി ആണല്ലോ. കുട്ടി എന്താ ഇവിടെ?
ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നിങ്ങൾ ശരിക്കും പൊട്ടനാണോ അല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? കുട്ടിക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. അരുന്ധതി വർമ്മ. അതാരാ? കുട്ടിയുടെ പേരാണ്. എന്റെ പൊന്ന് അഭിയേട്ടാ, ഈ കുട്ടി വിളിയൊന്ന് നിർത്ത്. അഭിയേട്ടനോ? ആ, അരുന്ധതി പറ. അരുന്ധതിന്ന് നീട്ടി വിളിക്കണ്ട, അനുന്ന് വിളിച്ചാ മതി. ഓക്കെ, അനു പറ, തനിക്ക് എന്താ വേണ്ടി? നമ്മൾ തമ്മിലൊരു കണക്കുണ്ടല്ലോ, അതിന്റെ പലിശ കൊടുക്കണ്ടേ? എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ കുട്ടിക്ക് വേണമെങ്കിൽ, സോറി, അനുവിന് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ കണക്ക് പുതുക്കാൻ നിൽക്കുന്നില്ല. പകരം അഭിയാടിനൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പാ വേണ്ടേ? കുറച്ചു മുന്നേ അഭിയാടിന് ഇവിടെ ഒരു സാധനം സർവ് ചെയ്തില്ലായിരുന്നു, അതെനിക്കൊരു ക്ലാസ് തരും. അത് ശരിയാവില്ല, അതൊന്നും തരാൻ പറ്റില്ല. ഓ, അപ്പൊ അഭിയാടിന്റെ തീരുമാനം അതാണെങ്കിൽ വേണ്ടാന്ന് വെച്ച കണക്ക് ഞാനങ്ങ് പുതുക്കി പണിയും. ഈ പെണ്ണ് എന്റെ അന്ത്യപ്പൂ കണ്ടിട്ടേ പോകൂ. അനു, ഞാൻ പറയണൊന്ന് കേക്ക്, അത് കള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തരില്ലാന്ന് പറഞ്ഞത്. പനങ്കള്ളല്ലേ? അതൊരു ഗ്ലാസ് കുടിച്ചെന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല. അഭിയാടിന് തരാൻ മനസ്സുണ്ടെങ്കിൽ ഇങ്ങ് താ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കണക്ക് പുതുക്കും. അനു, ഒരു ഗ്ലാസ്, ഒരൊറ്റ ഗ്ലാസ് അതേ തരൂ. അതിനും കൂടുതൽ എന്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കരുത്. എനിക്ക് ഒരു ഗ്ലാസ് മതി, എനിക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ദേവേട്ടാ, വീട്ടു മനുഷ്യൻ, നിങ്ങൾ എന്തീ കാട്ടുന്നത്? എന്റെ പൊന്നു ലക്ഷ്മി, ഒന്ന് അടങ്ങി നിൽക്ക്. ഞാൻ എന്റെ പെണ്ണിനൊന്ന് കണ്ണു നിറയെ കാണട്ടെ. മോന്റെ ഈ പോക്ക് എങ്ങോട്ടാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ആ പൈപ്പ് ഈ കളത്തിൽ വീഴൂല. എന്റെ പൊന്നു ലക്ഷ്മി, ഇങ്ങനെ കണ്ണുച്ചോരില്ലാതെ ഒന്നും പറയല്ലേ. ഒന്നുമില്ലെങ്കിൽ മണിക്കൂറോളായടി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത്. ദേവേട്ടാ, ഇന്നത്തെ രാത്രി കഴിഞ്ഞ നാളെ തൊട്ട് ഞാൻ നിങ്ങളത് മാത്രം. അപ്പൊ കുറച്ച് വയറ്റാ നടക്കണേന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മയ്ക്ക്, ദേവർമ്മയ്ക്ക്? ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്നിട്ട് നടത്തിക്കണേന്റെ ഡബിൾ ഞാൻ തിരിച്ചു തരും. എന്റെ കുട്ടിയത് താങ്ങുമോ? അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ എങ്ങനെയാ, നമുക്ക് ഇപ്പൊ തൊട്ട് അങ്ങ് തുടങ്ങല്ലേ? എന്റെ ദേഹത്ത് അങ്ങനെ തൊട്ട് തട്ടിക്കളയും നിങ്ങളെ ഞാൻ. എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയെ കിട്ടിയത്? വൈ ഗോഡ്, വൈ? അതെ അതെ, ഇവിടെ കിടന്ന് കരയാൻ നിൽക്കല്ലേ, ഒരു കിസ്സല്ലേ, അത് എളുപ്പത്തരാം. ശരിക്കും തരുമോ? എന്റെ ദൈവമേ, 500ന്റെ ബൾബാണല്ലോ മുഖത്ത് കത്തുന്നത്. നീ വിഷയത്തിൽ നിന്ന് തിന്നി മാറിയല്ലേ, കാര്യം പറ, തരൂ. ആണ്, തരാം. ഇന്ന് അടുത്തേക്ക് വാ. അച്ചു, എടാ അച്ചു. തന്ത സമ്മതിക്കൂല. അച്ഛൻ വിളിക്കുന്നുണ്ട്, പൊന്നുമൻ ചെല്ലു. നീ ചിരിക്കണ്ട, ഇതും കൂട്ടി ഞാൻ നിനക്ക് നാളെ തിരിച്ചു തരും. ആശു, നിന്റെ ചേട്ടനെന്തേ? അങ്ങേര് അവിടെ എവിടെയെങ്കിലും പാമ്പായി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മാമന്റെ കൂടെ ഉണ്ടാകും. ഇതെന്താ ഈ കാണുന്നതൊക്കെ രണ്ടെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നത്? ആ, അതേട്ടെ, ഇങ്ങനത് അങ്ങോട്ടാ പോകുന്നു. ആരത്? ഏതാണത്? നീ ഫുള്ള് ബിസിയാണല്ലോ, നമ്മളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യും. എന്ത് ചോദ്യാടി ഇത്? ചേച്ചിന്റെ അനിയത്തിന്റെ കല്യാണം ഒരുമിച്ച, അപ്പൊ ഞാൻ എത്രത്തോളം കിടന്ന് ഓടണം എന്നുള്ളത് നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ശരിയാ, നാളെ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങല്ലേ? ചേച്ചിനെ അനിയത്തിനും ഒരുപാട് മിസ് ചെയ്യല്ലേ? ഒരുപാട് മിസ് ചെയ്യും, പ്രത്യേകിച്ച് എന്റെ അമ്മൂന്. അവളില്ലെങ്കിൽ ഞാനില്ല, അത്രയും ഞാൻ അവളെ മിസ് ചെയ്യും. എന്ത് ചെയ്യാനാടാ, പെണ്ണായി ജനിച്ച ഒരു ഘട്ടത്തുമ്പോ വീട്ടിൽ നിന്ന് മാറിപ്പോണ്ടി വരും. പിന്നെ അവള് സ്വന്തം വീട്ടില് വെറും ഗസ്റ്റാ. പക്ഷെ എന്റെ പെങ്ങന്മാർ ഈ വീട്ടിൽ ഒരിക്കലും ഗസ്റ്റ് ആയിട്ട് വരൂല. ഇത് അവരുടെ വീടാ, അവർക്ക് എപ്പോ വേണേലും വരാം, എത്ര നാള് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. എന്റെ രണ്ടളിയന്മാര് ഏതെങ്കിലും ഒരുത്തൻ അവരൊന്ന് നുള്ളി നോവിച്ചാ പോലും ഈ അഭി വെറുതെ വിടൂല അവരെ. എന്റെ പ്രാണനെയാ ഞാൻ അവർക്ക് പറിച്ചു കൊടുക്കുന്നത്. ചെറുപ്പം തൊട്ടേ നിങ്ങൾ 5 എണ്ണത്തിനെ കാണുമ്പോൾ എനിക്ക് അസൂയ. ഇപ്പോഴും അസൂയ കൂടെ ഇല്ലാതെ കുറയുന്നില്ലടാ. എടി, എനിക്ക് എന്റെ പെങ്ങന്മാരെന്ന് വെച്ച ജീവന. ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിട്ടാ. നീ ആരാടി? നീ ആരാണ് നിന്റെ വിചാരം? ദൈവമേ, ഇതിപ്പോ ഇവിടുന്ന് വന്ന് ഈ കല്യാണപ്പെരയില് ഈ
ഇത്രയും തോന്നുന്ന ആണുങ്ങൾ ഉണ്ടായിട്ട് നിനക്ക് എന്റെ അഭിയുടെ അടുത്ത് കൊഞ്ചു കൊഴയാൻ നേരമുള്ളടി. നിന്റെ അഭിയേട്ടനോ? ഇതൊക്കെ എപ്പോ? അബി ആരുടേത്? ഞാൻ നിന്റെ കുഞ്ഞമ്മേടി, കുഞ്ഞമ്മ. എന്റെ പൊന്നരുന്തതി, നീ ഇങ്ങ് വന്നേ. മീര, നമുക്ക് പിന്നെ കാണാം. എന്നാ ശരി. എന്താ അഭിയേട്ട എങ്ങനെ നോക്കുന്നേ? പെണ്ണെ, ഒരു ഒറ്റ കുത്തങ്ങ് വെച്ചെന്നാണ്ടല്ലോ. ഞാൻ നിന്റെ അടുത്ത് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞ അത് കുടിക്കണ്ടെന്നുള്ളത്. ഞാൻ അഭിയേട്ടൻ പറഞ്ഞ പോലെ ഒറ്റ ഗ്ലാസ്സേ കുടിച്ചുള്ളൂ, പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല. എന്റെ അഭിയേട്ടൻ അങ്ങ് ക്ഷമിച്ചു കളാ. നിന്റെ അഭിയേട്ടനോ? ഞാൻ എന്നാടി നിന്റെ അഭിയേട്ടനായത്? അതെന്താ നിങ്ങൾക്ക് എന്റെ അഭിയേട്ടനായാല്? നിങ്ങൾ എന്റെ അഭിയേട്ടനല്ലേ? പറ, നിങ്ങൾ എന്റെ അഭിയേട്ടനല്ലേന്ന്? ആണല്ലോ. അങ്ങനെ ആരല്ലേ പറ്റൂ. നിന്റെ അഭിയേട്ടൻ തന്നെയാ. അഭിയേട്ടനെ മോള് പറ, എന്താ? എന്നാ എന്റെ അഭിയേട്ടൻ പറ, ഏതാ പെണ്ണുപിള്ള? അതെന്റെ ഫ്രണ്ടാ. എന്തേ? ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ശരി, ഇനി അവളുടെ അടുത്ത് അങ്ങ് കൊഞ്ചിക്കൊയ്യുന്നത് ഞാൻ കണ്ട ഈ അരുന്ധതി വർമ്മ ആരാന്നുള്ളത് അഭിഷേക് അങ്ങ് വ്യക്തമായിട്ട് അറിയും കേട്ടോ. നിന്റെ സ്വപ്നത്തെ പോലും ഞാൻ അവളോട് മിണ്ടൂല. പോരെ? ഓ, അപ്പൊ അവൾ സ്വപ്നത്തിലൊക്കെ വരാറുണ്ടല്ലേ? എന്റെ ദൈവമേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അമ്മു, നിനക്കൊരു കോളുണ്ട്. ആരടി? വേറെ ആര്? നിന്റെ കെട്ടിയോൻ. ഓഹോ, അങ്ങനെ. നീ ഫോൺ താ. അമ്മു, അവരെന്താ വരാന്? അവർക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തോടായിരുന്നോ? ആ ബെസ്റ്റ്. ഇതിനെക്കാളും വലിയ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ചേട്ടന്റെ വീട്ടുകാരെല്ലാരും ഇവിടെ റൂം എടുത്ത് നിൽക്കല്ലേ. അപ്പൊ അവരുടെ കുടുംബക്കാർക്ക് നമ്മുടെ വീട്ടുകാരും നാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ചത്. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, ജിതിനെ വിളിക്കാൻ നോക്കാം. അവൻ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ഹലോ ജിതിൻ, കേൾക്കുന്നുണ്ടോ? നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരം അറിയാം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ. ഇവിടെ ആണെങ്കിൽ ചേച്ചി വേണം ഒരുമിച്ച് നടക്കലും ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും സഹിക്കുന്നില്ല, അറിയോ? എന്റെ ഭദ്രക്കൊച്ചിനെ കുശം പിടിച്ചോ? ജിതിനെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. ഓക്കെ, ഞാൻ നിന്നെ എന്തായാലും ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇവിടുത്തെ ഗസ്റ്റ് ഒക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഒരു അരമണിക്കൂറും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നീ വീടിന് പുറത്തേക്ക് ഇറങ്ങിക്കണം. ഓക്കെ? അത്ര വലിയ റിസ്ക് ഒക്കെ എടുക്കണോ? എന്റെ സ്നേഹനിധിയായ അളിയെ നിന്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് നിന്നെ കാണാൻ വേണ്ടി എന്റെ ഹൃദയങ്ങളിൽ വിങ്ങുമായിരുന്നു, അറിയോ? ഓഹോ, ഇതൊക്കെ എപ്പോ? അത് പിന്നെ നിന്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്റെ അളിയനെ വിളിച്ചായിരുന്നു. നടക്കട്ടെ. ഭദ്രേ, നീ മറക്കരുത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നീ എന്തായാലും ഗേറ്റും കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കണം. ഓക്കെ? നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വരാതിരിക്കണ മോശമല്ലേ? ഞാൻ വരാം. നാളെ നേരം എന്റെ പേരെഴുതിയ താലി നിന്റെ കഴുത്ത് കിടക്കും. ഭദ്രലക്ഷ്മിയിൽ നിന്ന് ഭദ്ര ജതിനായി നീ മാറും. ഭദ്ര ജതിനോ? അയ്യട മോനെ, കെട്ടിയെന്ന് വെച്ചു നിന്റെ പേര് എന്റെ പേരിന്റെ കൂടെ ചേർക്കത്തൊന്നുമില്ല. എനിക്ക് അന്നും ഇന്നും എന്റെ അച്ഛന്റെ പേര് ചേർക്കാൻ തന്നെ ഇഷ്ടം. ഓഹോ, എന്നാ പിന്നെ നമുക്കതൊന്ന് കണ്ടു തന്നെ അറിയാം. കണ്ടറിയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല മോനെ. ഞാൻ ആദ്യം നിന്റെ അടുത്ത് പറഞ്ഞതാ, എന്റെ പേരിന്റെ കൂടെ നിന്റെ പേരല്ല എന്റെ അച്ഛന്റെ പേര് മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന്റെ പേരിന്റെ കൂടെ നിന്റെ പേര് ചേർക്കാം. ഉത്തരവ് തമ്പുരാട്ടി. അപ്പൊ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിന്റെ വീടിന്റെ അടുത്ത് എത്തുമ്പോ ഞാൻ വിളിക്കാം. നീ പുറത്തേക്ക് ഇറങ്ങി വരണേ. ഇതിനെ ശ്രദ്ധിച്ചു വരണം കേട്ടോ. ആട് പൊന്നെ. നീ നാളെ സമയം അവന്റേതാവില്ലേ? എല്ലാ അർത്ഥത്തിലും. ഭദ്ര, നാളെ ഈ സമയം നീ എല്ലാ അർത്ഥത്തിലും അവൻ്റെത് മാത്രമാവോ? അതെ, നാളെ എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ ഭദ്ര ജതിൻ്റെത് മാത്രമാകും. എന്റെ ജതിൻ്റെത് മാത്രമാകും ഞാൻ. വേണ്ട വേണ്ട ഭദ്ര. എന്ത് വേണ്ടാന്നോ? അതെ, വേണ്ട. എനിക്ക് നിന്നെ വേണം. എന്റേത് മാത്രമായിട്ട് എനിക്ക് നിന്നെ വേണം ഭദ്ര. എന്ത്? നിന്റേത് മാത്രായിട്ടോ? ഞാനോ? അഗ്നി, ഞാൻ നിന്റേതല്ല, ഇനി ഒരിക്കലും നിന്റേതാവത്തുമില്ല. എന്നിലൊരു പുരുഷൻ അവകാശം ഉണ്ടെങ്കിൽ അതെന്റെ ജതിൻ മാത്രമാ. അപ്പൊ ഞാൻ നിന്റെ ആരാടി? നീ അതിനെന്റെ ആരുമല്ല. ആരും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭദ്ര,
എനിക്ക് നിന്നെ വേണം തോന്നിയ മറ്റൊരുത്തെ ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ളത്. നിനക്ക് വേണമെന്ന് പറയുമ്പോ എടുത്തോണ്ട് പോവാൻ ഞാൻ പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ ഒന്നല്ല. നീ അവനെ കണ്ടിട്ടാണ് എന്റെ മുന്നിൽ കിടന്ന് തിളയ്ക്കുന്നെങ്കിൽ നിനക്കത് നല്ലതിനാവൂല ഭദ്ര. Can you please stop it? നീ ആരാ നിന്റെ വിചാരം? നീ എന്ത് കണ്ടിട്ടാ എന്റെ മേലെ നിനക്ക് അവകാശം ഉണ്ടെന്ന് പറയുന്നു? ഭദ്ര, ഈ അഗ്നിദേവർമ്മ ഒന്ന് ആഗ്രഹിച്ച അതെന്ത് ചെറ്റത്തരം ചെയ്തിട്ടാണെങ്കിലും ഞാൻ സ്വന്തമാക്കും. നീ ഒന്നാം തരം ചെറ്റയാണെന്ന് എനിക്കറിയാം. അത് നീ ഇങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് നിന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ മുന്നിൽ പതറാതെ നീ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും പതറില്ല അഗ്നി. കാരണം എന്റെ പിന്നിൽ എന്റെ ജതിനുണ്ട്. നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ തടസ്സം അവനാണെങ്കിൽ നാളത്തെ സൂര്യോദയം അവൻ കാണൂല ഭദ്ര.